എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയുടെ സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു കുട്ടി എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഒരുപാട് ഡൗട്ടുകൾ നിലനിൽക്കുന്ന ഒരു വിഷയം തന്നെയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ്, ഈ സമീപകാലത്ത് തന്നെയാണ് നമ്മുടെ ഒരു വീഡിയോക്ക് ഒരു കമൻറ്റ് വന്നത്, കിസ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടി ഉണ്ടാവുക എന്നുള്ളത്. മറ്റു ചിലർ ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഹഗ് ചെയ്താൽ കുട്ടി ഉണ്ടാവുക എന്നുള്ളത്. അതുപോലെ രസകരമായിട്ടുള്ള പല വാർത്തകൾ പ്രചരിക്കാറുണ്ട് സമീപകാലത്ത്. ഇല്ലെങ്കിൽ 1-2 വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഒരു വാർത്തയാണ്, ഒരു പൂളിൽ കുളിച്ചപ്പോൾ മറ്റൊരു പയ്യൻ എന്താണ് പറയുക സ്പേംസ് ഇജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം കുറേയധികം പെൺകുട്ടികൾ പ്രഗ്നൻ്റ് ആയി എന്ന രീതിയിലുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു. അത് ശരിയാണെന്ന് വാദിച്ചുകൊണ്ട് പലരും മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചത് നമ്മുടെ അജ്ഞതയ്ക്ക് മേലെയാണ് ഇങ്ങനെയുള്ള ഡൗട്ടുകളൊക്കെ നിലനിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ എങ്ങനെ ഒരു കുട്ടി ഉണ്ടാവുന്നു എന്നുള്ളത് നമ്മൾ പച്ചയ്ക്ക് പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ടീച്ചർ തന്നെ ഇപ്പോൾ പെനിസ് എന്നോ വജീന എന്ന് പറയുമ്പോൾ അവർക്ക് തന്നെ ഒരു ജാള്യത നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ കുട്ടികൾ ഇത് കേൾക്കുമ്പോൾ ആൺകുട്ടികൾ ഒരു വശത്ത് നിന്ന് ചിരിക്കും, പെൺകുട്ടികൾ ഒരു വശത്ത് നിന്ന് ചിരിക്കും. ബയോളജി എന്നോ സുവോളജി എന്നോ കേട്ട് കഴിഞ്ഞാൽ തന്നെ അത് റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു സംഭവമായിട്ടാണ് പലരും ചിന്തിക്കുക. ബയോളജി എന്ന് പറയുമ്പോൾ ഒരു ആക്കി ചിരി തന്നെ പലരുടെയും മുഖത്ത് ഉണ്ടാവും എന്നുള്ളതാണ്. അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് എനിക്കറിയില്ല. ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കുറേയധികം വസ്തുതകൾ തന്നെയാണ്. അല്ലാണ്ട് അതിന് നെഗറ്റീവായിട്ടുള്ള ഒരു തിങ്ങും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യാത്തതുകൊണ്ട് തന്നെയാണ് ഇത്രമാത്രം അജ്ഞതകൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത്. അതിന് പലരും നല്ല രീതിയിൽ മിസ്യൂസ് ചെയ്യുന്നു. അങ്ങനെയാണ് ഈ ഫേക്ക് ന്യൂസുകളും ഇങ്ങനെയുള്ള എന്താ പറയുക മിസ്കൺസെപ്ഷൻസ് ഒക്കെ രൂപപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഒരു കുട്ടി ഉണ്ടാവുന്നു അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ സിംപ്ലി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു മോട്ടിവേഷൻ കൂടിയുണ്ട് ഈ ഒരു സ്റ്റോറിയിൽ, ഇല്ലെങ്കിൽ ഈ ഒരു കുട്ടി ഉണ്ടാവുന്ന ആ ഒരു സ്റ്റോറിയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു മോട്ടിവേഷൻ ഉണ്ട്. അത് നമുക്ക് വഴിയെ പറയാം, കാരണം ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു മോട്ടിവേഷൻ തീർച്ചയായിട്ടും കിട്ടും. തീർച്ചയായിട്ടും കാണേണ്ടുന്ന ഒരു വീഡിയോ ആണ്. ഇനി ഒരു പക്ഷേ പെനിസ് എന്നും വജീന എന്നൊക്കെ പറയുമ്പോൾ കേൾക്കുമ്പോൾ എന്താ പറയുക രക്തം തിളയ്ക്കുന്ന ആൾക്കാരാണെങ്കിൽ മാക്സിമം ഇവിടെ വെച്ച് കിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. അല്ലാണ്ട് ചുമ്മാ ഇത് കണ്ടിട്ട് തെറി വിളിക്കുന്നതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് വേണ്ടെങ്കിൽ മാക്സിമം ഒഴിവാക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ അതാണ് നല്ലത്, അതാണ് മാന്യമായിട്ടുള്ള പരിപാടി എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒളിഞ്ഞും പറഞ്ഞും വീഡിയോകൾ കാണുന്ന നിങ്ങൾ എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ അവഗണിക്കുന്നു, ഇല്ലെങ്കിൽ അതിനെ തള്ളിപ്പറഞ്ഞു പോകുന്നു എന്നുള്ളത് സ്വയം ഒന്ന് വിലയിരുത്തേണ്ടുന്ന കാര്യം കൂടിയാണ്. അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് വരാം. പുരുഷന്മാരുടെ ലൈംഗിക അവയവത്തെക്കുറിച്ചും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒരു പെനട്രേറ്റീവ് സെക്സിലൂടെയാണ് കുട്ടികൾ ഉണ്ടാകുന്നതെന്ന് ആദ്യം തന്നെ ഒന്ന് പറഞ്ഞേക്കാം. പെനട്രേറ്റീവ് സെക്സിന് വേണ്ടിയിട്ട് പുരുഷന്മാരിലുള്ളത് ആ ഒരു ലിംഗം അല്ലെങ്കിൽ പെനിസ് തന്നെയാണുള്ളത്. പെനിസ് 2 യൂസസ് ആണുള്ളത് പെനിസിന്. ഒന്ന് യൂറിൻ പാസ് ചെയ്യാനും മറ്റൊന്ന് സെക്ഷൽ കോൺടാക്റ്റിന് വേണ്ടിയിട്ടുമാണ്, ആ ഒരു ഇൻ്റർകോഴ്സിന് വേണ്ടിയിട്ടുമാണ്. അപ്പോൾ പെനിസ് ഉണ്ട്. അതുപോലെ അവർക്കുള്ള മറ്റൊരു ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ ആനസ് ആണ്, അതായത് ആ ഒരു മലവിസർജനത്തിന് വേണ്ടിയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് അവർക്കുള്ളത്. സ്ത്രീകളിലോട്ട് വരികയാണെങ്കിൽ 3 ഓപ്പണിങ്സാണ് ഉള്ളത്. ചിലപ്പോൾ പുരുഷന്മാർക്ക് അറിയണ്ടാവില്ല 3 ഓപ്പണിങ്സ് ഉണ്ടോ എന്നുള്ളത് ഇന്നും ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ പെൺകുട്ടികൾ തന്നെ അവരുടെ സ്വന്തം ശരീരത്തിൽ ഇങ്ങനെ ഉണ്ട് എന്ന് ചിന്തിക്കാത്ത ആൾക്കാരുണ്ടായേക്കാം ഒരു പക്ഷേ. എനിവേ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ 3 ഓപ്പണിങ്സാണ് ഉള്ളത്. ഒന്ന് യൂറിൻ പാസ് ചെയ്യാം, മറ്റൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആനസ്, അതായത് മലവിസർജനത്തിന് വേണ്ടിയിട്ടുള്ളത്. പിന്നെയുള്ള ഒന്ന് വജീനൽ ഓപ്പണിംഗ് ആണ്, അതായത് യോനി എന്ന് മലയാളത്തിൽ പറയും. ആക്ച്വലി ഇതാണ് ഇൻ്റർകോഴ്സിന് വേണ്ടിയിട്ടുള്ള സംഭവം. ആ ഒരു റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഈ ഒരു വജീനയാണ്. ഓക്കെ, അത് സെൻട്രലിലാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവമുണ്ട്. എനിവേ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർകോഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ വീഡിയോസുകളൊക്കെ കണ്ടിട്ട് മനസ്സിലാക്കിയിട്ടുള്ളവർ തന്നെയാണ്. അത് തന്നെയാണ് ഒരു പെനട്രേറ്റീവ് സെക്സ് അല്ലെങ്കിൽ ഇൻ്റർകോഴ്സ് എന്ന് പറയുന്നത്. ആക്ച്വലി ആ ഒരു വജീനൽ ഹോളിലുള്ളോട്ട് പെനിസ് കടത്തുന്ന ആ ഒരു പ്രക്രിയയാണ് ആക്ച്വലി പെനട്രേറ്റീവ് സെക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പലതരത്തിലുള്ള സെക്സ് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഹാഫ് സെക്സ്, ഫുൾ സെക്സ്, അങ്ങനെയുള്ള പരിപാടികൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഫുൾ സെക്സ് ആയിട്ട് അല്ലെങ്കിൽ ഒരു കുട്ടി ഉണ്ടാവാൻ വേണ്ടി ചെയ്യുന്നത് ഇത്തരത്തിലുള്ള പെനട്രേറ്റീവ് സെക്സ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വജീനയിലോട്ട് പെനിസ് കടത്തുന്ന പ്രക്രിയയാണ് ആക്ച്വലി ഒരു കുട്ടി ഉണ്ടാവേണ്ടുന്ന മെത്തേഡ്സിന് വേണ്ടുന്ന ഒരു കാര്യം എന്നുള്ളത്. അല്ലാണ്ട് ഒരു വേറെയുള്ള കാര്യങ്ങളൊന്നുമല്ല. എനിവേ ഇങ്ങനെ ഇൻ്റർകോഴ്സ് ചെയ്യുമ്പോൾ ഞാൻ ഇതെല്ലാം കാണിക്കുമ്പോൾ നിങ്ങൾക്ക് വിയേഡായി തോന്നും. അതൊന്നും വിയേഡായിട്ട് തോന്നുന്നുണ്ടെന്ന് ആവശ്യകതയൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഇൻ്റർകോഴ്സ് ചെയ്യുന്ന ടൈമിൽ ഇല്ലെങ്കിൽ പെനട്രേറ്റീവ് സെക്സ് ചെയ്യുന്ന സമയത്ത് ആ ഒരു വജീനയുടെ ഉള്ളിലോട്ട് ആ ഒരു പുരുഷൻ മാക്സിമം ഉത്തേജനം വരുന്ന, മാക്സിമം ഫീലിംഗ് വരുന്ന, ഓർഗാസം വരുന്ന ടൈമിൽ അവരുടെ ആ ഒരു വജീനയിലോട്ട് എന്ത് സംഭവിക്കും? ആ ഒരു സ്പേമുകളും ആ ഒരു സ്പേമിന് ജീവിക്കേണ്ടതായിട്ടുള്ള ആ ഒരു എക്കോസിസ്റ്റം, ഒരു കൊഴുത്ത ദ്രാവകവും കൂടിയിട്ടുള്ള ഒരു സംഭവം അവരുടെ വജീനയിലോട്ട്, ഒരു സംഭവം നല്ല ആ സ്പേമും ഈ ഒരു എന്താ പറയുക സെമനും കൂടിയിട്ട് ഉള്ളിലോട്ട് ഇജക്റ്റ് ചെയ്യും. ആ ഒരു കൊഴുത്ത ദ്രാവകം നിങ്ങൾ മാസ്റ്റർബേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാണുന്നത് അത് തന്നെയാണ്. അത് ഉള്ളിലോട്ട് ഇജക്റ്റ് ആവും, ആ ഒരു വജീനയുടെ ഉള്ളിലോട്ട് എൻ്റർ ആവും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വജീനൽ ട്യൂബിൻ്റെ ഉള്ളിൽ ഈ ഒരു സംഭവം എത്തിക്കഴിയുമ്പോൾ പിന്നീട് സംഭവിക്കുന്നത്, നമ്മൾ ഓരോരോ ടേമുകൾ അധികം സയൻറ്റിഫിക് ടേമുകൾ പറയുന്നില്ല, സിംപിളി നിങ്ങൾക്ക് മനസ്സിലാവേണ്ടുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ട്യൂബ്യൂളിൻ്റെ ഉള്ളിൽ എത്തുന്നത് എത്രമാത്രം സ്പേമുകളാണ് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒരു സിംഗിൾ ഇജക്ഷനിലൂടെ ഒരു പുരുഷൻ പുറന്തള്ളുന്നത് എത്രമാത്രം സ്പേമുകളാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്ത് നോക്കുക, എന്നിട്ട് പറ്റുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എത്രമാത്രമാണെന്ന് പറയുകയാണെങ്കിൽ 300 മില്യൺ ടു 500 മില്യൺ അതിനിടയിലാണ്. ഇല്ലെങ്കിൽ 300 500 മില്യണോ ആവാം, എത്ര വേണമെങ്കിൽ ആവാം. അത്രയും മില്യൺസ് ഓഫ് സ്പേംസുകളാണ് ഒരു ഇജക്ഷനിലൂടെ അവർ പുറന്തള്ളുന്നത് എന്നുള്ളതാണ്.
ഓക്കെ, അത്രയും സ്പേംസുകൾ വജീനൻ്റെ ഉള്ളിലെത്തി. 300 to 500 മില്യൺ കേട്ടോ, അത്ര മാത്രം. അപ്പോൾ അത് വജീനയിൽ എത്തിയതിന് ശേഷം പിന്നീട് സംഭവിക്കുന്നത് പതിയെ ഈ ഒരു സെമനും ഈ ഒരു സ്പേമും കൂടിയിട്ട് എവിടെ എത്തും? ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലെത്തും, അതായത് യൂട്രസിൻ്റെ ഉള്ളിലെത്തും. യൂട്രസിൻ്റെ ഉള്ളിൽ വെച്ചിട്ടല്ല ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ബീജ സംയോജനം നടക്കുന്നത്. കാരണം പുരുഷൻ്റേതായ പാർട്ടാണ്, ഒരു കുട്ടി ഉണ്ടാവേണ്ടുന്ന പുരുഷൻ്റേതായ പാർട്ടാണ് ഒരു സ്പേമിലൂടെ അവിടെ എത്തിച്ചേരുന്നത്. കാരണം മോട്ടയിലായിട്ടുള്ള സ്പേമുകൾ, വാൽമാക്രി പോലെ ചിലപ്പോൾ നിങ്ങൾ ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, അതുപോലെയാണ് ഇരിക്കുന്നത്. ഒരു ഹെഡും ഒരു ടെയിലും ഒക്കെ ആയിട്ടാണ് ഈ ഒരു സ്പേമിൻ്റെ സ്ട്രക്ചർ. അത്രയും ചെറിയതാണ്, അത്രയും ചെറിയ മാക്രോൺസ് മാത്രമേ അതിന് വലിപ്പവും കാര്യങ്ങളൊക്കെ ഉള്ളൂ, അത്രമാത്രം എണ്ണവും ഉണ്ട്. ഓക്കെ, അപ്പം യൂട്രസിൻ്റെ ഉള്ളിലെത്തി അവിടെ കുറേ എണ്ണം പറ്റിപ്പിടിച്ചൊക്കെ നിൽക്കുന്നുണ്ടാവും, വീണ്ടും മൂവ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു യൂട്രസിൻ്റെ കിടപ്പ് ഞാൻ ഇവിടെ മാക്സിമം ഒരു ഫോട്ടോ ആഡ് ചെയ്യാൻ ശ്രമിക്കാം. യൂട്രസ് ഇങ്ങനെ വന്നിട്ട് 2 കൈ പോലെ ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന രീതിയിലായിരിക്കും യൂട്രസിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കൈ പോലെ നീണ്ടു നിൽക്കുന്നതിന് പറയുന്ന പേരാണ്, ഇംഗ്ലീഷ് പറയുന്നത് ഫാലോപ്പിയൻ ട്യൂബ്യൂൾ, മലയാളത്തിലാണെങ്കിൽ അണ്ടവാഹിനി കുഴൽ എന്ന് പറയും. അപ്പോൾ ഈ അണ്ടവാഹിനി കുഴൽ വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ബീജ സംയോജനം നടക്കുക. ബീജ സംയോജനം എന്ന് പറയുമ്പോൾ പുരുഷൻ്റെ ആ ഒരു സ്പേമും സ്ത്രീകളിൽ നിന്ന് വരുന്ന ഓവം അല്ലെങ്കിൽ എഗ്ഗ് അല്ലെങ്കിൽ അണ്ടം എന്നൊക്കെ മലയാളത്തിൽ പറയും. അപ്പോൾ ഇതുമായിട്ട് ജോയിൻ ചെയ്യുന്നത് ഇല്ലെങ്കിൽ കമ്പൈൻ ചെയ്തിട്ട് ഒരു സിംഗിൾ സെല്ലായിട്ട് പിന്നീട് പതിയെ അതൊരു കുട്ടിയായിട്ട് മാറുന്നു. അപ്പോൾ ഈ ഒരു കൈ പോലെ ഇരിക്കുന്നതിൻ്റെ താഴെയായിട്ടാണ് ഓവറി, ഈ ഓവം അണ്ടം ഉൽപ്പാദിപ്പിക്കേണ്ട സാധനം ഉള്ളത്. അതൊക്കെ ഇത് പിക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാവും. എനിവേ, ആ ഒരു ഓവറിൽ നിന്ന് ഒരു ഓവം ഡെവലപ്പ് ചെയ്തിട്ട് വരും, അത് ഈ ഒരു അണ്ടവാഹിനിക്കുഴലിൻ്റെ ഉള്ളിലെത്തും. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഈ ഫെർട്ടിലൈസേഷൻ. കുറേയധികം സ്പേമുകൾ വരുമല്ലോ, അപ്പോൾ ഈ സ്പേമുകൾ ഇങ്ങനെ ഇരച്ചു വന്നിട്ട് ഇതുമായിട്ട് ഫെർട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ ഒരു സ്പേം ഈ ഒരു ഓവവുമായിട്ട് ഒരു സിംഗിൾ ഓവ ഉണ്ടാവുക, അപ്പോൾ അതുമായിട്ട് ഫെർട്ടിലൈസ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. ഒരു സിംഗിൾ സ്പേം ആ ഒരു ഓവവുമായിട്ട് ഫെർട്ടിലൈസ് ചെയ്യുന്നു. പിന്നീട് ഒരു എന്നിട്ട് രൂപപ്പെടുന്ന സംഭവത്തിന് പറയുന്ന പേരാണ് സൈഗോട്ട്. ഈ സ്പേമും ഈ ഓവവും ചേർന്നിട്ട് സൈഗോട്ട് അല്ലെങ്കിൽ മലയാളത്തിൽ സിക്താണ്ഡം എന്ന് പറയും. ഈ ഒരു സാധനം പതിയെ പോയിട്ട് എവിടെ പോയി അറ്റാച്ച് ചെയ്യും? ഗർഭപാത്രത്തിൽ അറ്റാച്ച് ചെയ്യും. അവിടെ വെച്ചിട്ട് പിന്നീട് ഡെവലപ്മെൻറ്റുകൾ സംഭവിക്കും. അങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഏകദേശം 10 മാസം ആകുമ്പോൾ കുട്ടി ഉണ്ടാകുന്ന പറയുന്നില്ല. അപ്പോൾ ആ ഒരു ഡെവലപ്പിംഗ് പ്രോസസ്സിൽ അവർ ഡെവലപ്പ് ചെയ്ത് ഒരു സിംഗിൾ സെല്ല് ഡെവലപ്പ് ചെയ്ത് ഒരു അഡ്വാൻസ്ഡ് നമ്മളെ പോലെ ഒരു കുട്ടിയായിട്ട് ജനിച്ചു വരുന്നു. പിന്നീട് പുറത്ത് വെച്ച് ഡെവലപ്പ് ചെയ്ത് നമ്മളെ പോലെ ഓരോരോ ഇൻഡിവിജ്വലായിട്ട് മാറുകയും ചെയ്യും. ഇതാണ് ആക്ച്വലി ഒരു സംഭവിക്കുന്ന ഒരു കുട്ടി ഉണ്ടാകുന്ന പ്രോസസ്സ് എന്നുള്ളത്. ഇതിലെ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വജീനയിൽ പ്രവേശിക്കുമ്പോൾ ഈ ഒരു സ്പേം ഇജക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കുറച്ചധികം സ്പേംസുകൾ ഡെഡായി പോകും. അടുത്ത യൂട്രസിൽ എത്തുമ്പോൾ യൂട്രസിൽ കുറച്ചധികം എത്തിയിട്ടുണ്ടാവുമല്ലോ, അവിടെ വെച്ചും കുറേ എണ്ണം വഴി തെറ്റിയിട്ട് അവിടെ ഇവിടെയൊക്കെ കൂടിയും കിടന്നൊക്കെ അവിടെയും കുറച്ചെണ്ണം ചത്തു. ബാക്കി കുറേ എണ്ണമാണ് ഈ ഒരു അണ്ടവാഹിനി കുഴലിലെത്തുക. അതിൽ തന്നെ ഒരെണ്ണമാണ് ഓവവുമായിട്ട് ഫെർട്ടിലൈസ് ചെയ്യുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളിപ്പം ചില എക്സാമിൽ പറയും 1,00,000 പേര് മത്സരിക്കുന്നു, ഇല്ലെങ്കിൽ 10,00,000 പേര് മത്സരിക്കുന്നു, അതായത് 1,000,000 പേര് മത്സരിക്കുന്നു. അതുപോലെ അങ്ങനെയൊക്കെ നമ്മൾ കൗണ്ടുകൾ പറയും. ഇത്ര പേരോട് മത്സരിച്ചിട്ടാണ് നമ്മൾ ഇത്ര സീറ്റുകളിൽ ഒന്നായിട്ട് നമ്മൾ നേടിയെടുക്കേണ്ടത്. ഇല്ലെങ്കിൽ 10,000 സീറ്റുകളുണ്ട്, മത്സരിക്കാൻ 1,000,000 ആൾക്കാരുണ്ട്. ആ 10,000-ൽ ഒന്നാവാൻ ഇത്രമാത്രം കോമ്പറ്റീഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആകുലപ്പെടാറുണ്ട്. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കേണ്ട കാര്യം, ഈ 300 മില്യൺ to 500 മില്യണിൽ ഒരാളായിട്ടാണ് നമ്മൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ആ സ്പേം കുതിച്ചു പോയിട്ട് ഏറ്റവും ഫാസ്റ്റസ്റ്റും അതുപോലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റും ആയിട്ടുള്ള ഒരാൾ ആ ഒരു സ്പേം പോയിട്ട് ഫെർട്ടിലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു വിന്നർ എന്ന് പറയുന്നത് ഒരു വേറെ ലെവൽ ചാമ്പ്യൻസ് ആണ്, വേറെ ലെവൽ സംഭവമാണ്. അപ്പോൾ അത്രയും വലിയ കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ട് ജനിച്ചു വീണവരാണ് നമ്മൾ. ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് ചിലർ പറയും, അയ്യോ നമ്മുടെ ലൈഫ് പോക്കാണ്, ഒരു രക്ഷയില്ല, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിസപ്പോയിൻ്റ് ആയിട്ട് ഇരിക്കുന്നു, പൊരുതാൻ ശ്രമിക്കുന്നില്ല. നമ്മൾ ജീവിതത്തിലോട്ട് എത്തുമ്പോൾ പൊരുതാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. അത്രമാത്രം കോമ്പറ്റീഷനിൽ നമ്മൾ എന്താ പറയുക, അതന്നെ അതിജീവിച്ചിട്ട് നമ്മളായിട്ട് വന്നു. അപ്പോൾ ഇവിടെ പുറത്തത്തെ എക്കോസിസ്റ്റത്തിൽ നമുക്ക് അതുപോലെ പൊരുതാൻ പറ്റുന്നില്ല. എന്തിനാണ് അങ്ങനെ പേടിച്ച് നിൽക്കുന്നത്? ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഓൾറെഡി ഒരു വിന്നേഴ്സാണ്, ജീവിതത്തിലും വിന്നേഴ്സ് ആവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഏകദേശം ഒരു കുട്ടി എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടാവും. പെനട്രേറ്റീവ് സെക്സിലൂടെയാണ് അത് ഉണ്ടാകുന്നത്. അല്ലാണ്ട് കിസ് ചെയ്തതിനെ കൊണ്ടോ അല്ലെങ്കിൽ ഓറൽ സെക്സ് ചെയ്തതിനെ കൊണ്ടോ ഇത്തരത്തിൽ പൂളിൽ കുളിച്ചതിനെ കൊണ്ടോ ഒന്നും കുട്ടികൾ ഉണ്ടാകാൻ പോകുന്നില്ല. അല്ലാണ്ടുള്ള മെത്തേഡ് എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫെർട്ടിലൈസേഷൻ മെത്തേഡാണ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. അത് കുട്ടികളൊക്കെ ഉണ്ടാവാത്ത കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സെമൻ കളക്ട് ചെയ്തിട്ട് പുറത്ത് വെച്ചിട്ട് ഫെർട്ടിലൈസേഷൻ നടത്തി ഉള്ളിലേക്ക് നിക്ഷേപിക്കുന്ന പരിപാടിയാണ്. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് പിന്നീട് വേണമെങ്കിൽ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിലൂടെ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഏകദേശം എന്നല്ല, അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഓൾമോസ്റ്റ് പറയുന്നുണ്ട്. എങ്ങനെയാണ് പെനട്രേഷൻ കാര്യങ്ങൾ ഒക്കെ ചുരുക്കി പറഞ്ഞിട്ടുണ്ട്. എനിവേ നിങ്ങൾക്ക് ഡൗട്ടുകളൊക്കെ ക്ലിയർ ആയിട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്കും കമൻറ്റ് ഷെയർ ഒക്കെ ചെയ്യുക. പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെയർ ടു ടെക് എപ്പിസോഡ് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നല്ല കമൻറ്റുകൾ അടിക്കുന്നുണ്ട്. സക്സസ് എഡ്യൂക്കേഷൻ പറ്റിയൊക്കെ ഒരുപാട് വീഡിയോ ചെയ്യണം എന്നൊക്കെ പലരും ആവശ്യപ്പെടുന്നുണ്ട്. ഒരുപാട് ടോപ്പിക്കുകൾ പെൻഡിങ്ങിലൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക്
പറയാനുള്ളത്, കുറേ പേര് കാണുന്നുണ്ട്, മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ഓപ്പൺ ഔട്ടായിട്ട് ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുക, നിങ്ങളും ഓപ്പൺ ഔട്ടായിട്ട് ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇതിനെ നോർമലൈസ് ചെയ്ത് സംസാരിക്കാനുള്ള ഗഡ്സ് നമ്മൾ കാണിക്കുമ്പോഴാണ് ഇതിന് ഈ ഒരു സെക്ഷൽ ഫ്രസ്ട്രേഷൻസും കാര്യങ്ങളും ഒക്കെ മാറുക, നമ്മുടെ അജ്ഞതകളും കാര്യങ്ങളൊക്കെ മാറുക. അതുപോലെ ഹേറ്റേഴ്സ് നമുക്ക് എന്താ പറയുക, പെട്ടെന്ന് തെറിയും വിളിച്ചിട്ട് അവർ കമൻറ്റ് അടിച്ചിട്ട് പോകും. നിങ്ങളെ സപ്പോർട്ടേഴ്സ് അവർ സപ്പോർട്ട് ചെയ്യട്ടെ, ഇവർ സപ്പോർട്ട് ചെയ്യട്ടെ എന്ന് തിങ്ക് ചെയ്യുന്നതിലുപരി നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാണ്ട് നിങ്ങളുടെ കമൻറ്റ് മറ്റൊരാൾക്ക് അടിക്കാൻ ഒരിക്കലും പറ്റത്തില്ല. അതുകൊണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ. അപ്പോൾ അത്രയ്ക്ക് തന്നെയുള്ളൂ. നല്ല നല്ല വീഡിയോസുകൾ ഇനിയും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എന്നെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാവുന്നതാണ്. നിതിൻസ് വേൾഡ് എന്നാണ് എൻ്റെ ID. എൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത്രയ്ക്ക് തന്നെയുള്ളൂ. മറ്റൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷയോടെ നിർത്തുന്നു. ഇറ്റ്സ് മീ നിതിൻ രാജ്.